ഞാനിന്ന് ഒരു അടിപൊളി സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്താ സ്ക്വാഷ് എന്നല്ലേ, പൈനാപ്പിൾ സ്ക്വാഷാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ജ്യൂസ് കുടിച്ചപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചിട്ടേ ഉള്ളൂ എന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 4 പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കട്ടിങ്ങിലൊക്കെ ഞാൻ ഇച്ചിരി വീക്കാണ്, സോറി കട്ടിങ്ങിലല്ല വീക്ക്, പൈനാപ്പിൾ കട്ടിങ്ങിൽ ഇച്ചിരി വീക്ക് ആയത് കാരണം ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുകയാണ് കട്ടറിനെ. അങ്ങനെ അതിൻ്റെ തലയും വാലും ഒക്കെ കണ്ടിച്ച് അതിൻ്റെ പുറംതൊലി മുള്ളും ഒക്കെ കളഞ്ഞിട്ട് നമുക്ക് പീസാക്കി എടുക്കാവേ. പിന്നെ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഭാഗം ഞങ്ങളിവിടെ കൂഞ്ഞെന്ന് പറയും, അതെടുക്കാൻ പാടില്ല കേട്ടോ. ഇതിൻ്റെ ദശ മാത്രം നമ്മൾ എടുക്കണം. എന്നിട്ട് ഇതിനെ ഇനി ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതിനെ ഇനി നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം. അരച്ചെടുത്താൽ മാത്രം പോരാ, അരച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അരിച്ചെടുത്തേക്കുന്നതാണ് ഇത്. പിന്നെ അതിൻ്റെ പൾപ്പ് മാത്രം എടുത്ത് അരിച്ചെടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അത് കാരണം ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്താണ് അരിച്ചെടുത്തേക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പഞ്ചസാര പാനിയാണ് കേട്ടോ. അപ്പം ഞാനൊരു 4 കപ്പ് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3/4 കിലോ 1 കിലോ അളവ് കാണുമെന്ന് തോന്നുന്നു കേട്ടോ. കറക്റ്റ് ഞാൻ വെയിറ്റ് നോക്കിയില്ലായിരുന്നു. എന്തായാലും 4 കപ്പ് പഞ്ചസാരയും പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചസാര പാനി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല കമ്പിപ്പരുവം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ നല്ല തിക്കായിട്ടുണ്ട് നമ്മുടെ പഞ്ചസാര പാനി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മാക്സിമം വെള്ളം കുറച്ച് നമ്മൾ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, കാരണം ഈ വെള്ളം എല്ലാം നമ്മളിനി വറ്റിച്ചെടുക്കേണ്ടതാണ്. പിന്നെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാലേ പറ്റത്തുള്ളൂ. എന്തായാലും പഞ്ചസാര പാനിക്കകത്തോട്ട് നമുക്ക് ഈ പൈനാപ്പിൾ ജ്യൂസും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ കുറേ നേരം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തീ സിമ്മിലോട്ടാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ പത വന്ന് കിടക്കും കേട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റണം. പതയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം തീ സിമ്മിലായിട്ട് ഇട്ടിട്ട് വേണം നമുക്കിത് മാറ്റാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങിക്കൊണ്ട് വരും, നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റത്തില്ലേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നാരങ്ങയുണ്ടല്ലോ, ചെറുനാരങ്ങ പിഴിഞ്ഞ്, ഒരു ചെറുനാരങ്ങയോ ഹാഫോ പിഴിഞ്ഞ് അതിൻ്റെ ചാറൊഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതൊരു പ്രിസർവേറ്റീവും കൂടെയാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചില്ല കേട്ടോ. ഇതിപ്പോൾ പിറ്റേ ദിവസം ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഒരു കുപ്പിയിലോട്ട് മാറ്റാവേ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ സ്ക്വാഷ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുപ്പിയിലോട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം, ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. പിന്നെ കുപ്പിക്കകത്ത് വെള്ളമയം ഒന്നും ഇരിക്കാൻ പാടില്ല. എൻ്റെ ഈ കുപ്പിക്കകത്ത് വെള്ളമയം ഉണ്ട്, പക്ഷേ ഇത് എന്താന്ന് പറഞ്ഞാൽ വെള്ളമല്ല, വിനാഗിരി വെച്ചിരുന്ന ബോട്ടിലാണ് കേട്ടോ. അത് കാരണം കുഴപ്പമില്ല, അതൊരു പ്രിസർവേറ്റീവ് ആണല്ലോ. നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതിപ്പം ഒരു തവി നമ്മൾ ഇത് സ്ക്വാഷ് ഒഴിക്കുവാണെങ്കിൽ ഇതിൻ്റെ 2 ഇരട്ടി വെള്ളവും കൂടെ ഒഴിച്ച് വേണമെങ്കിൽ മാത്രം മധുരവും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. തേനൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുവേ. അപ്പോൾ പൈനാപ്പിളൊക്കെ ഒത്തിരി കിട്ടുന്ന സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ സ്ക്വാഷൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. നമുക്ക് ഫ്യൂച്ചറിലേക്ക് പ്രയോജനപ്പെടുമല്ലോ. അങ്ങനെ നമ്മുടെ 4 പൈനാപ്പിളിൽ നിന്നും ഏകദേശം 1.25 കുപ്പിയോളം നമുക്ക് പൈനാപ്പിൾ സ്ക്വാഷ് കിട്ടിയിരിക്കുകയാണ്. അപ്പം വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി ജ്യൂസ് കൊടുക്കുന്നത് നല്ലതല്ലേ. പിന്നെ നമുക്ക് കയറി ഇറക്കി കുടിക്കാം, പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ഒന്ന്. അപ്പോൾ നമുക്കിതൊന്ന് കുടിച്ചാലോ. പിന്നെ ഇതിങ്ങനെ കുപ്പിക്കകത്ത് ഇരിക്കുന്ന കാണുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിയുമ്പോൾ ഇത്രത്തോളം കളർ നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ കളറോ അതുപോലെ തന്നെ പൈനാപ്പിൾ എസൻസോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിതിപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് കുടിക്കാനല്ലേ, അപ്പം കെമിക്കലോ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് ആ ടേസ്റ്റ് മാത്രം മതിയെന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ പഞ്ചസാരയോ തേനോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം അല്ലാതെ തന്നെ നല്ല മധുരമുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.